എന്താ പോ എന്തു പറ്റി? ഒന്നുമില്ല, മൂക്കിന്ന് ചോര വന്നതുപോലെ. എവിടെ നോക്കട്ടെ. എവിടെയെങ്കിലും തട്ടുക വീഴ മറ്റോ ചെയ്തോ? ഇല്ല. അപ്പൊ എന്തായാലും മൂക്കിലിട്ടോ? ഇല്ല. തോന്നുമല്ലോ. എന്നൊന്ന് കഴിയച്ചോ അറ്റോ അപ്പാ. എന്തിന്? ഇപ്പൊ ഒട്ടുമില്ല. നാഗം വല്ലതും കൊണ്ടായിരിക്കും. ഏതായാലും നമുക്ക് ഗോവനങ്ങളിലൊന്ന് കാണിച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചുറ്റാനൊക്കെ ഒന്ന് പോവാം. എവിടെ? എങ്ങാണ്ടൊക്കെ പോണ്ടേ അടിച്ചു പൊളിയാൻ. റെഡി? റെഡി. ഹലോ. ഗോപ, ഞങ്ങൾ അങ്ങോട്ടൊരു വിസിറ്റ് വരിക നിന്റെ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ? ഞാനും എന്റെ മോനും. അല്ലാതാരാ? ഓ, വെൽക്കം വെൽക്കം. വേഗം വന്നാട്ടെ. ഓ, താങ്ക് യു. ആ, പപ്പയും മകനും വലിയ രമ്യതയിലാണല്ലോ. എന്തായി അപ്പു, പപ്പയുടെ വികൃതിയൊക്കെ മാറിയോ? മാറി വരുന്നു. എന്തായി ആ പെണ്ണിന്റെ കാര്യം? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഞങ്ങളവിടെ പോയൊരു ഫൈറ്റ് ഒക്കെ നടത്തി അശോകവനത്തിലെ സീത രക്ഷിക്കാൻ. എന്നിട്ടെന്താ, അവരിടിച്ച് പഞ്ചറാക്കി തിരികെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? എന്നെ നോക്ക്. മദ്യപാനമില്ല, ചീട്ടുകളിയില്ല, ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, വീടില്ല. ആകെ ഉള്ളത് എന്റെ അപ്പൂസ് മാത്രം. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പു പറഞ്ഞത് ശരിയാണല്ലോ. പപ്പ നേരെയായി വരുന്നു. പിന്നെ എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം? ഒന്നുമില്ല. കുറച്ചു മുമ്പ് അപ്പു മൂക്കയിലൊന്ന് വിരലിട്ടു. ലേശം ചോര വന്നായിരുന്നു. അതെന്താന്ന് നോക്കാൻ തരും. വാ നോക്കട്ടെ. എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. വേദന നീട്ടിലോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ വല്ലതും ചെയ്തായിരുന്നോ? ഇല്ല. ഇവിടെ എവിടെയെങ്കിലും വേദന ഉണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. എവിടെയും വേദന ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോര വന്നത്? അതറിയല്ലേ ഇങ്ങോട്ട് വന്നേ. എടാമെടുക്ക. എന്നാൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. ഒരു 3-4 മണിക്കൂർ ഇവിടെ നിൽക്കേ, ഒരു നിരീക്ഷണത്തിന്. ഒരു മുറിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് വേണോ ഗോപ? വേണം. എന്താ ബാലുവിന് വല്ല പരിപാടി ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. 5 മണിക്ക് അഡ്വക്കേറ്റിനെ കാണാന്ന് പറഞ്ഞിരുന്നു. എന്നാ ബാലു പോയി കണ്ടിട്ട് വാ. അപ്പു ഇവിടെ നിൽക്കട്ടെ. ഈ അവധിക്കാലത്ത് കുറെ നേരം ഗോപനങ്ങളുടെ അതിഥിയായി കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. പ്ലീസ് കം. പറ പപ്പയോട് പോയിട്ട് വന്നോളാം പറ. എളുപ്പം വരുമോ അപ്പാ? പിന്നെ വന്നേക്കാം. പോയിക്കോട്ടെ. പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുക? എന്ത് വേണം? ആശുപത്രി വന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് മതി. ഓ യെസ്. അപ്പുവിനെ ആശുപത്രിയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം. എന്നിട്ട് 112 ഞാൻ വന്നേക്കാം. വരൂ. ചെല്ലുമോൻ. യെസ് സർ. 112 ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ കുട്ടിയുടെ സ്കള്ളിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം. ഓക്കെ സർ. ഗോവൻ വാർഡിലാണല്ലോ. എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പു. 112 ഓ, താങ്ക് യു. ബാലു, ഒന്നിങ്ങി വരൂ. ഗോപ, അപ്പു ഇവിടെ? അവൻ ഉറങ്ങി. അയ്യോ കഷ്ടം. ഞാൻ അല്പം താമസിച്ചു പോയി. സാരമില്ല, ഞാൻ അവനെ ഉണർത്തി കൊണ്ടുപോയിക്കോളാം. വേണ്ട, ഉണർത്തണ്ട. ഞാൻ അവനെ ഉറക്കി കിടത്തിയിരിക്കുക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി. അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്ന് അറിയുന്നത്. എന്നുവെച്ചാൽ അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട്, ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ. വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിനെ ഡ്യൂട്ടിക്ക് ഇടുന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ. ഉണർത്തരുത്. വയ്ക്കോളൂ.
മുമ്പേ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. തെളിച്ചു പറ. സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്? മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോ എന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? എവിടെ എന്റെ മോനെ കൊണ്ടുപോകേണ്ടത്? പറ, ഞാൻ കൊണ്ടുപോകും. വിഷമിക്കാതെ ബാലു, അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ MC മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൂന് ലേശം ടെമ്പറേച്ചറുണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്. ഓപ്പറേഷനോ? അതെ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി. അപ്പു ഉണർന്നു. സാറിനെ അന്വേഷിച്ചായിരുന്നു. ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയരുത്. ഇപ്പം മാത്രമല്ല, നാളെ. പപ്പാ, അപ്പോ പപ്പ എന്താ ഇത്ര താമസിച്ചേ? ആ വക്കീല് കുറെ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറിയ ഉടൻ ഗോപനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കുറെ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോപനങ്ങളോട് സംസാരിച്ച് തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പൂസ് എഴുന്നേറ്റെന്ന്. ഗോപനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു? ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറെ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മാറിക്കൊള്ളുന്നു പറഞ്ഞു. അപ്പൊ പിന്നെയും മൂക്കിന്ന് ചോര വന്നതോ? അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ. അപ്പു, ഈ മരുന്ന് കുടിച്ചോളൂ. കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്. ഉറങ്ങിക്കോ, നല്ലതാ. എളുപ്പം പനി മാറി കിട്ടും. പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ? ഉം. നേരെ കിടത്തട്ടെ? വേണ്ട. പപ്പാ, പനി കുറഞ്ഞു പപ്പാ? ഇന്നലത്തേലും ഒരുപാട് കുറഞ്ഞു. നല്ല ഗോവനങ്ങൾ ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദനയുണ്ടോന്ന്? ഇപ്പൊ ഇപ്പൊ അവിടൊക്കെ നല്ല വേദനയുണ്ട്. അത് പനിയുടെ അപ്പൂസ്. പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ? എന്താലോചിക്കാപ്പോ? ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ടു. മമ്മി എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക വരുന്നില്ലേന്ന്. എങ്ങോട്ട് വരുന്നില്ലേന്നാ പപ്പ മമ്മി ചോദിച്ചത്. എങ്ങോട്ടും അല്ല, സ്വപ്നമല്ലേ, അങ്ങനൊക്കെയാ. ഒരിക്കലും മിന്നു പറയാ പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റുമെന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോവാ പപ്പ? കൊണ്ടുപോ.
പ്രോമിസ്. പ്രോമിസ്. പപ്പ ഇപ്പൊ വരും. എങ്ങനെയുണ്ട് അപ്പു? ഫൈൻ. ഹൗ ആർ യു അങ്കിൾ? വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയ? എവിടെ പപ്പ എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നു വെച്ച് ബാലു അവന്റെ അടുത്തൊന്നും മാറുന്നില്ലല്ലോ. ഓ പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ. വാ. പപ്പാ, മിന്നുനോടൊന്ന് പറയോ എനിക്ക് പനിയാണെന്ന്? അപ്പൊ മിന്നു വരും. പറയാം. പിന്നെ വരും. തീർച്ചയായും വരും. അപ്പു, ഗോപ, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ബാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാൻ. വേണ്ട, ഞാൻ തന്നെ പോ. ബാലു, ഡോക്ടർ മേനൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ. ആയിക്കോട്ടെ. അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ആരാ വേണ്ടപ്പെട്ടവർ? എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ ഗോപ കട്ടിലേക്ക് കിടക്കുന്നു. അവനെ തിരിച്ചു തന്നേക്കണേ ഗോപ. എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേക്കണേ.